മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്നാരോപിച്ച് നടൻ ബാല. അവർ കടുത്ത വിഷാദരോഗിയാണെന്നും അതുകൊണ്ടാണ് അവരുടെ ആദ്യ വിവാഹം വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹമോചനത്തിലെത്തിയതെന്നും ബാല തുറന്നടിച്ചു. എന്നെയും കുടുംബത്തെയും അവർ മാനസികമായി പീഡിപ്പിക്കുന്നു. കേരളത്തിൽ ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. ആ ലെവലിലാണ് കാര്യങ്ങൾ. ഇതൊരു തൊഴിലാണോ? ഒരു സെലിബ്രിറ്റിയെ പേരെടുത്ത് അപമാനിക്കുന്നത്. എൻ്റെ ഭാര്യ കോകിലയെ എടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് എവിടുത്തെ സംസ്കാരമാണ്? ഇതിനൊരവസാനം വേണ്ടേ? ഒരു വെബ് സീരീസ് പോലെ പരമ്പരയായാണ് വീഡിയോ ഇടുന്നത്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് വേദനയോടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ബലാത്സംഗം ചെയ്യുന്ന ആളാണോ? 1.5 വർഷം 2 വർഷം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്? പിന്നെയും പിന്നെയും റേപ്പ് ചെയ്താൽ അതങ്ങനെ റേപ്പാകും. ഞാനൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ സമയത്താണ് വന്നത്. അതിനു മുൻപ് അവർ എവിടെയായിരുന്നു? അതാർക്കും അറിയില്ല. എലിസബത്ത് എവിടെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. എന്തൊക്കെ പീഡനങ്ങളാണ് അവർ പറയുന്നത്? ഈ 1.5 വർഷം കഴിഞ്ഞ് അവർ എന്തിനിപ്പോൾ പറയുന്നു? ഇത്രയും കാലം എലിസബത്ത് എവിടെയായിരുന്നു? എന്തുകൊണ്ടിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നു? കഴിഞ്ഞൊരു വീഡിയോയിൽ അവരുടെ ഭർത്താവ് എവിടെയെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അയാളൊരു ഡോക്ടറായിരുന്നു. അതിന് മറുപടി പറഞ്ഞത് ആ ബന്ധം 2-3 ആഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. എൻ്റെ അറിവിൽ ആ ബന്ധം 2 ആഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഒരു മലയാളി ഡോക്ടർ, ഇവരും ഡോക്ടർ. 2 പേരും ഒരേ പ്രൊഫഷൻ. ഒരു ഡോക്ടറും ആക്ടറും വേർപിരിഞ്ഞാൽ തെറ്റിദ്ധാരണ മൂലമെന്ന് കരുതാം. 2 ഡോക്ടർമാർ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ട് 2 ആഴ്ചയിൽ അവസാനിച്ചു? അപ്പോൾ ഒരു ചോദ്യം വരില്ലേ? ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറയുന്നത് പോലെ ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്നറിയാമോ നിങ്ങൾക്ക്? ഒരു വിവാഹമോചന കേസിൽ ഒരാൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നറിയാമോ? ഭയങ്കര കഷ്ടമാണ്. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ നേരിൽ കണ്ട് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റും നടത്തിയതിനു ശേഷം ഇപ്പോഴാണ് ഞാൻ സമാധാനമായി ഒരു വിവാഹ ജീവിതം നയിക്കുന്നത്. കൊച്ചി വിട്ട് വൈക്കത്തേക്ക് പോയി അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ജീവിക്കുകയാണ്. ഈ മാസം 21-ന് ഒരു പെൺകുട്ടിക്ക് ഹൃദയ ശസ്ത്രക്രിയ ഞാൻ നടത്തി കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർക്ക് നേരിൽ പോയി അന്വേഷിക്കാം. അല്ലെങ്കിൽ വൈക്കത്തെൻ്റെ വീട്ടിലേക്ക് വരൂ. ഞാൻ ബില്ല് കാട്ടിത്തരാം. എൻ്റെ സ്വന്തം കാശാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വ്യാജമാണോ? എനിക്ക് കുഴൽപ്പണത്തിൻ്റെ പരിപാടിയുണ്ടോ? ഇതെല്ലാം പച്ച നുണയാണ്. എത്രയെത്ര ആരോപണങ്ങൾ. മരിച്ചുപോയ എൻ്റെ അച്ഛനെ അവർ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് പറയുകയാണ് ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കൊല്ലാമെന്ന്. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ആരെങ്കിലും ഇത് പറയുമോ? ഞാൻ മുൻപ് പറഞ്ഞിരുന്നില്ലേ ഇതൊരാളല്ല കൂട്ടമായുള്ള ആക്രമണമാണെന്ന്? ഇതിനൊരു ക്യാപ്റ്റനുണ്ട്. 4-5 പേരാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടില്ലേ? 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ വരെ പോയി അവർക്ക് കൈകൊടുത്ത് സംസാരിച്ചതൊക്കെയെന്നും ബാല പറയുന്നു. ഒരു യൂട്യൂബ് ചാനൽ വഴി ഒരു ഭർത്താവിനെയും ഭാര്യയെയും നിരന്തരമായി അപമാനിക്കുക. ഞാനൊരു രോഗിയാണ്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു രോഗി. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. മരിച്ചുപോയ എനിക്ക് ദൈവം ജീവൻ തിരികെ തന്നതാണ്. ആ ജീവനെയാണ് അവർ തിരികെ എടുക്കാൻ നോക്കുന്നത്. നന്നായി ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ വിവാഹം കഴിക്കും. എനിക്കും കുട്ടികൾ വേണമെന്ന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊരു കുട്ടി ജനിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലേ എന്നും ബാല ചോദിക്കുന്നു. ഞാനെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുമോ? അത് നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പഠിച്ച ആളല്ലേ? വിദ്യാഭ്യാസമില്ലേ? അവർ ഡോക്ടറല്ലേ? അവരെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതി പറഞ്ഞില്ല? അവർ പറയുന്നത് പോലീസ് വീട്ടിൽ വന്നു, പക്ഷേ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പോലീസ് ചോദിച്ചില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിന് പോലീസിൽ പരാതി കൊടുക്കണം? അവർ ഒരു കടുത്ത വിഷാദരോഗിയാണ്. 2 ആഴ്ചയിലാണ് ആദ്യത്തെ വിവാഹം തകർന്നത്. അയാളൊരു ഡോക്ടർ ആയതുകൊണ്ട് ബുദ്ധിയുണ്ടായിരുന്നു. ഈ സ്ത്രീ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ്.